ഈ വർഷത്തെ ശൈത്യകാല സീസണിൽ ഒമാനിൽ വിനോദസഞ്ചാരികളുടെ എണ്ണത്തിൽ വൻ വർധനവ്. 2026 ആദ്യ 2 മാസങ്ങളിൽ 12.6% വർധനവാണ് സന്ദർശകരുടെ എണ്ണത്തിൽ രേഖപ്പെടുത്തിയത്. അതേസമയം പശ്ചിമേഷ്യൻ സംഘർഷങ്ങൾക്കിടയിലും ഒമാനിലെ വ്യോമാതിർത്തിയും വിമാനത്താവളങ്ങളും സാധാരണ നിലയിൽ പ്രവർത്തിച്ചെങ്കിലും വിനോദസഞ്ചാര മേഖല കടുത്ത പ്രതിസന്ധി നേരിടേണ്ടി വന്നു. ഒമാനിലെ വിനോദസഞ്ചാര മേഖലയിലേക്ക് എത്തുന്ന സന്ദർശകരുടെ എണ്ണം ഓരോ വർഷവും വർദ്ധിക്കുകയാണ്. നാഷണൽ സെന്റർ ഫോർ സ്റ്റാറ്റിസ്റ്റിക്സ് ആൻഡ് ഇൻഫർമേഷന്റെ പുതിയ കണക്കുകൾ പ്രകാരം ഈ വർഷത്തെ ആദ്യ 2 മാസങ്ങളിൽ സഞ്ചാരികളുടെ വലിയ ഒഴുക്കാണ് രാജ്യത്തേക്കുണ്ടായത്. 7,52,474 സന്ദർശകരാണ് ഇക്കാലയളവിൽ ഒമാന്റെ സൗന്ദര്യം ആസ്വദിക്കുന്നതിനായി എത്തിച്ചേർന്നത്. കഴിഞ്ഞ വർഷം ഇതേ കാലയളവിൽ ഇത് 6,68,205 ആയിരുന്നു. 12.6% വർധന. UAE, ഇന്ത്യ, ജർമ്മനി, റഷ്യ, പോളണ്ട് എന്നീ രാജ്യങ്ങളിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ സന്ദർശകർ എത്തിയത്. സഞ്ചാരികളുടെ എണ്ണം കൂടിയതോടെ ടൂറിസം മേഖലയിലെ വരുമാനത്തിലും വർധനവുണ്ടായി. ഹോട്ടൽ മേഖലയിൽ നിന്ന് മാത്രം 18.5 ദശലക്ഷം റിയാലാണ് ലഭിച്ചത്. അതേസമയം പശ്ചിമേഷ്യൻ സംഘർഷങ്ങൾ ടൂറിസം മേഖലയെ വലിയ രീതിയിൽ പ്രതിസന്ധിയിലാക്കി. മിഡിൽ ഈസ്റ്റ് മേഖലയിൽ പ്രതിദിനം $600 മില്യൺ കുറവുണ്ടായിട്ടുണ്ടെന്നാണ് വേൾഡ് ട്രാവൽ ആൻഡ് ടൂറിസം കൗൺസിലിന്റെ കണക്ക്. ആഗോള വിനോദ വാണിജ്യ മേഖലയിൽ ഗൾഫ് രാജ്യങ്ങൾ പ്രധാന പങ്ക് വഹിക്കുന്നുണ്ട്. ആഗോള അന്താരാഷ്ട്ര വരവിന്റെ 5%, അന്താരാഷ്ട്ര ഗതാഗതത്തിന്റെ 14% ഈ മേഖലയിലൂടെയാണ് കടന്നുപോകുന്നത്. ദുബായ്, അബുദാബി, ദോഹ, ബഹ്റിൻ എന്നിവയുൾപ്പെടെയുള്ള പ്രധാന പ്രാദേശിക വ്യോമയാന കേന്ദ്രങ്ങൾ സാധാരണയായി പ്രതിദിനം ഏകദേശം 5,26,000-ലധികം യാത്രക്കാരെയാണ് കൈകാര്യം ചെയ്യുന്നത്. സംഘർഷങ്ങൾക്ക് അയവ് വന്നതോടെ ടൂറിസം മേഖല പഴയ പ്രതാപത്തിലേക്ക് മടങ്ങിയെത്തുമെന്നാണ് പ്രതീക്ഷ. റിപ്പോർട്ടർ, ഒമാൻ.